രോഹിതേട്ടാ, നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രതിഷേധ സമരം നടക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ അണിചേർന്നുകൊണ്ട് കുറേയധികം ആക്ടിവിസ്റ്റുകളും അതുപോലെ തന്നെ പല ഇപ്പോൾ രാഷ്ട്രീയ സാഹിത്യ മേഖലകളിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നും ഒരുപാട് പേർ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പിമാരടക്കം മന്ത്രിമാരും ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു. പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയെങ്കിലും കേന്ദ്രത്തിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? നോക്കൂ, CJP അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജന്തർ സമരം തുടങ്ങിയിട്ട് ദിവസങ്ങളേറെ സമാധാനപരമായി പോകുന്ന ഈ സമരത്തിന്റെ മുഖങ്ങളിലേക്ക് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഒന്നും കടന്നു ചെന്നിരുന്നില്ല. ഇവിടെ കടന്നു ചെന്നിട്ടുണ്ടെന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറിൽ നടക്കുന്ന അവരുടെ പ്രതിഷേധ സമരത്തിന് നേരെ ഡൽഹി പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ നരനായാട്ട് എന്ന് വിളിക്കാവുന്ന തരത്തിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ, നാളെയുടെ വാഗ്ദാനങ്ങളെ, ഇന്നത്തെ യുവതലമുറയെ തല്ലിച്ചതച്ചപ്പോൾ രാഷ്ട്രത്തിൻ്റെ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ സ്വാഭാവികമായും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുവാൻ, അതും ഗാന്ധിയൻ മാർഗങ്ങളിലൂടെ സമരം ചെയ്യുവാൻ, ഗാന്ധി കാട്ടിക്കൊടുത്ത മാർഗങ്ങളിലൂടെ സമരം ചെയ്യുവാൻ ഏതൊരു പൗരനും അവകാശമുള്ള ഒരു നാട്ടിലാണ് CJP എന്ന പേരിൽ ഒരു യൂത്ത് മൂവ്മെന്റ്. അതൊരു പാർട്ടിയായൊന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായും CJP അവിടെ സമരം നടക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്, അല്ലേ? അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെല്ലാം 100% ന്യായമാണെന്നിരിക്കെ ഭരണപക്ഷം, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അതിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറിൽ നടന്ന നരനായാട്ടിനെ തുടർന്നാണ് കോൺഗ്രസ് പാർട്ടി സമരമുഖങ്ങളിലേക്ക് തുറന്നു കയറുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെയുള്ള മലയാളി സാന്നിധ്യത്തെ പറ്റി നമ്മൾ പറയണം. രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നത് KC വേണുഗോപാലാണ്. സ്വാഭാവികമായും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാലിനോടൊപ്പം കർണാടകയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന DK ശിവകുമാർ സമരമുഖത്തുണ്ടായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പേർ അവിടെയുണ്ട്. പക്ഷേ അതിലെടുത്ത് പറയേണ്ടത് ശ്രദ്ധേയമായ ചില പേരുകൾ പറയേണ്ടിയിരിക്കുന്നു. അതിലൊന്ന് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് MPയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഡൽഹി ഹരിയാന അതിർത്തിയിൽ ഗുഡ്ഗാവിലുള്ള കാപ്പാസേര പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. 40 കിലോമീറ്റർ ദൂരെയാണ്. സ്വാഭാവികമായും ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്, ജനപ്രതിനിധിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ആ കൊടിക്കുന്നിൽ സുരേഷിനെയും ഒപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ പാർട്ടികളുടെ MPമാരെയും അടിയന്തര വൈദ്യസഹായം നൽകാതെ, നോക്കൂ, ഒരു പോലീസ് അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഈ കേരളത്തിൽ കാണുന്ന രീതിയിലുള്ള അറസ്റ്റൊന്നുമല്ല. അവരെ ഒരു ജനപ്രതിനിധിയാണെന്ന് നോക്കാതെ, മുൻ മന്ത്രിയാണെന്ന് നോക്കാതെ വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടാണ് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും അറിയില്ല. അവസാനം ഇവരെ കൊണ്ടുവന്ന തുറങ്കിൽ പാർപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് ഇതുപോലെ ഗുഡ്ഗാവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹരിയാനയുടെയും ഡൽഹിയുടെയും ബോർഡറാണ്. അവിടെ കാപ്പസിര പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇവർക്ക് വേണ്ടുന്ന വൈദ്യസഹായം പോലും ഒരുക്കിയിട്ടില്ല. നോക്കൂ, ഇവിടെ ഒരു ജനാധിപത്യപരമായ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തെ പോലീസ് തല്ലി തകർക്കുമ്പോൾ, തല്ലിച്ചതയ്ക്കുമ്പോൾ, കേരളത്തിൽ നിന്നുള്ള അടക്കം ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവത്വം ചോര ചിന്തി ഡൽഹിയുടെ തെരുവോരങ്ങളിൽ വീഴുമ്പോൾ അതിനെതിരെ പ്രതിഷേധം ഒരുക്കാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ജനങ്ങൾ തിരഞ്ഞെടുത്ത MPമാരുടെ നേതൃത്വത്തിലെടുക്കുമ്പോൾ ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സ്വാഭാവികമായി ചോദിക്കുകയാണ്. നോക്കൂ, കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന നേതാവിനെ, അത്രയും സീനിയർ മോസ്റ്റായ ഒരു നേതാവിനെ ഈ പറയപ്പെടുന്ന ഡൽഹി പോലീസുകാർക്ക് അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നോക്കൂ, കേരളത്തിലെ ചില ഇത്തിൽക്കണ്ണികളാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. 35-38 വർഷക്കാലം ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യനെയൊക്കെയാണ് ഇത്തരത്തിൽ അടിയന്തര വൈദ്യസഹായം പോലും കൊടുക്കാതെ കൊണ്ടുവന്ന് 40 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ പറയപ്പെടുന്ന ഗുഡ്ഗാവിലുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുന്നത്. മറ്റൊരു പേര് ഡീൻ കുര്യാക്കോസിൻ്റെതാണ്. ഈ ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നിർണായകത്വം വഹിച്ച മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ സമരമുഖങ്ങളിൽ സമരം ചെയ്തതിന്റെ പേരിൽ കേസുകൾ ഇന്ന് നിലനിൽക്കുന്ന രാജ്യത്തെ MPമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകളൊന്നും തന്നെ ഈ പറയപ്പെടുന്ന കൊള്ള നടത്തിയതിൻ്റെയോ കൊല നടത്തിയതിൻ്റെയോ അഴിമതി നടത്തിയതിൻ്റെയോ പേരിലൊന്നുമല്ല. ആ ഡീൻ കുര്യാക്കോസിനെ ആ വാഹനത്തിലേക്ക് തള്ളി കയറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അവസാനം വാഹനത്തുള്ളിൽ വെച്ച് പോലീസുകാരൻ്റെ കുത്തിരി പിടിച്ച് തള്ളി മാറ്റുന്ന ഡീൻ കുര്യാക്കോസിനെ കണ്ടു. തനി ഒരു മലയാളി, മുണ്ടുണ്ടായിരുന്നെങ്കിൽ മുണ്ട് മുടക്കി കുത്തിയില്ല, പാനാണ് അദ്ദേഹം ഇട്ടിരുന്നത്. ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹം മുണ്ടുണ്ടായിരുന്നെങ്കിൽ മുണ്ട് മുടക്കി കുത്തി നിൽക്കുന്ന ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു ചിത്രം നാളത്തെ പത്രങ്ങളുടെ കവർ പേജായി വരുന്നതിനെ പറ്റി ഞാൻ ആ വിഷ്വൽസ് കണ്ടപ്പോൾ ആലോചിച്ചു പോയതാണ്. ഒരു തനി ഇടുക്കിക്കാരൻ്റെ ശൈലോടുകൂടി തനിക്ക് നേരെ, അല്ലെങ്കിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ വനിതാ MPമാർക്ക് നേരെ മോശമായി പെരുമാറിയ പുരുഷ പോലീസിന്റെ കുത്തിനു പിടിച്ച് കഴുത്തിന് ഞെക്കിപ്പിടിച്ച് ലാലട്ടൻ സ്റ്റൈലിൽ തള്ളി മാറ്റുന്ന
ഡീൻ കുര്യാക്കോസിനെയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന പി സി വിശ്വനാഥ് സമരമുഖങ്ങളിലേക്ക് ഓടിയെത്തുമ്പോൾ അദ്ദേഹത്തിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. കണ്ടു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരൊക്കെ അടക്കം പറയാണ് ഈസ് എ മിനിസ്റ്റർ ഫ്രം കേരള. അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ടാണ് അവിടെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം കൊടുക്കുമ്പോൾ ഇവരെന്താണ് കരുതിയിരിക്കുന്നത്? ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നേ, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്, തികച്ചും നരനായാട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം വഷളാവുകയല്ലേ? നോക്കൂ, ഇത് ഇത്രയും കാലം CJP എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പാർട്ടി എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഒരു യൂത്ത് മൂവ്മെന്റ് ആയിരുന്നു. ഇതിന് രാഷ്ട്രീയ മാനം കൈവരികയാണ്. ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വലതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ സമരമുഖത്തേക്ക് സജീവമായി ഇറങ്ങുകയാണ്. സ്വാഭാവികമായും അവിടേക്ക് ഇടതുപക്ഷത്തിന്റെ MP മാരും അല്ലെങ്കിൽ മുൻ മന്ത്രിമാരും നിലവിലെ MLA മാരും ഒക്കെ കടന്നു ചെല്ലുന്നുണ്ട്. MA ബേബി സജീവമായി അവിടെയൊക്കെ. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ചെന്നിട്ടോ അല്ലെങ്കിൽ DYFIയുടെ ദേശീയ പ്രസിഡന്റ് ചെന്നിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു 1000 പേര് പങ്കെടുക്കുന്നിടത്ത് 50 പേരെയും കൂടി കൂട്ടാൻ അവർക്ക് സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും അവരുടെ പാർട്ടിക്ക് ഞങ്ങൾ ഇവർക്കൊപ്പം ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാം. അല്ലാതെ ഭരണപക്ഷത്തെ ഒന്ന് തൊടാനോ ഒന്ന് എന്താ പറയുക, പുനർചിന്തനം നടത്താൻ പോലും അവരുടെ വിസിറ്റ് ഒന്നും സഹായമാകില്ല. ഇപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവിടെ ചെല്ലുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരമുഖത്തേക്ക് കടന്നു ചെല്ലുന്നത് സ്വാഭാവികമായും ഈ സമരത്തിന് പുതിയൊരു മാനം നൽകുകയാണ്. പക്ഷെ അവിടെ പോലും ജനപ്രതിനിധികളെ പോലും തച്ചു തകർക്കാൻ ആരാണ് ഈ കേന്ദ്ര സർക്കാരിന് ഈ അവകാശം കൊടുത്തിരിക്കുന്നത്? അത് വളരെ വലിയൊരു ചോദ്യമാണ്. കൊടുക്കുന്ന സുരേഷിനെ പോലെയൊക്കെയുള്ള സീനിയർ മോസ്റ്റ് നേതാക്കന്മാരെ, സംസ്ഥാനത്തിൻ്റെ മന്ത്രി പി സി വിഷ്ണു അടക്കമുള്ള സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാരെ, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള MP മാരെ, ഈ പറയപ്പെടുന്ന PD സതീശനും DKയും പോലെയുള്ള മുഖ്യമന്ത്രിമാരെ ഇവരെയൊക്കെ തെരുവിൽ നേരിടാം എന്നാണോ കേന്ദ്രസേന കരുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൽഹി പോലീസ് കരുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവർ കരുതിയിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട്. അതെ, ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ വെറുതെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കുട്ടികൾ വരുന്നത് ഓരോ കുടുംബങ്ങളിൽ നിന്നാണ്. ഓരോ കുടുംബങ്ങളിലും ഈ പറഞ്ഞ പൊളിറ്റിക്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. എന്തുകൊണ്ട് കേന്ദ്രം ഇതിന് ഉത്തരം കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ കാര്യം, ഇപ്പോൾ എൻ്റെ കുടുംബത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ഇത് തന്നെയായിരിക്കും എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ഇത് കണ്ടിട്ട് ഈ പ്രതിഷേധങ്ങളൊക്കെ കണ്ടിട്ട് ഈ കാട്ടിക്കൂട്ടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിന്തിക്കുക, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ബാധിക്കപ്പെടുന്നവരുണ്ടാകില്ല. നാളെ നിങ്ങളുടെ വീടുകളിലും ഇത് ബാധിക്കപ്പെടുന്ന വിഷയങ്ങളിൽ കൂടി ഇത്തരം ഒരു ഭരണകൂടത്തിന്റെ കരാളഹസ്തങ്ങൾ കടന്നുകൂടാൻ അധികം താമസമില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നൊരു ധർമ്മേന്ദ്ര പ്രധാൻ ആണെങ്കിൽ നാളെ ഇന്നലകളിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഇന്നത് നരേന്ദ്രമോദിയുടെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയിട്ടുണ്ട്. നാളെ ഈ പറയപ്പെടുന്ന മുഴുവൻ നേതാക്കന്മാരുടെയും രാജിക്ക് വേണ്ടി ഈ പറയപ്പെടുന്ന യുവത്വം, കലാപത്തിനൊന്നും അല്ല കേട്ടോ, പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുന്നവർ കലാപത്തിന് വരുന്നവരാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ നാട്ടിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭരണം നടത്താൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതെ, ഇതില് വീണ്ടും ഇതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പെർമിഷൻ ഇല്ലാതെ കമന്റ് ബോക്സുകൾ എടുത്തു നോക്കൂ. ഈ പെർമിഷൻ ഇല്ലാതെ പ്രതിഷേധം നടത്താൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിക്കണമായിരുന്നു. ഈ ഡൽഹി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾക്ക്, ഒരുപാട് വിപ്ലവകരമായ സമരങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള നഗരമാണ്. പണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷം ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം നടത്തുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സഹപ്രവർത്തകർക്കൊപ്പം അവിടെ നിന്ന് ഈ സമരത്തെ നോക്കിക്കാണുന്ന ദൃശ്യങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ രാജ്യം ഭരിച്ചിരുന്ന ഒരു നാടാണെന്നേ ഇത്. ഏതെങ്കിലും ഒരു സമരത്തിന്റെ മുന്നിൽ ഈ പറയപ്പെടുന്ന ആ സമരത്തെ അടിച്ചമർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചിരുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയപ്പെടുന്ന 2ാം UPA സർക്കാരിന്റെ ഭരണം അവസാനിച്ച് NDA സർക്കാർ അധികാരത്തിലേക്ക് വരിക. നമുക്കറിയാം, അണ്ണാ ഹസാരെയുടെ സമരമൊക്കെ അറിയാം, അത് എവിടെയാണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമരങ്ങളെയൊക്കെ അടിച്ചമർത്താൻ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ BJP അധികാരത്തിലേക്ക് എത്തില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇപ്പോൾ ഇവർ അധികാരത്തിലെത്തി, നിങ്ങൾ ജനങ്ങളെ മറക്കരുത്, കർഷക സമരത്തിന് നേരെ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി ഇവിടെ എന്തുമാകാം എന്നുള്ളതല്ല. പെർമിഷൻ എടുത്തിട്ട് മാത്രമേ സമരങ്ങൾ പാടുള്ളൂ ആയിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിന് പോലും ബ്രിട്ടീഷുകാരൻ്റെ നിറതോക്കുകൾക്ക് മുന്നിൽ വിരിവാറ് കാട്ടി നിർത്തിയിട്ട് വെക്കട വെടി, എനിക്കെൻ്റെ രാഷ്ട്രമാണ് വലുത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികളുള്ള രക്തസാക്ഷികളുള്ള മണ്ണാണ് ഭാരതം. അത് രാജ്യം ഭരിക്കുന്നവർ. നമുക്കിപ്പോൾ BJP ഭരിക്കുന്നതിനോടോ NDA ഭരിക്കുന്നതിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, പക്ഷേ ഈ നാടിൻ്റെ യുവത്വം പറയുന്നത് കേൾക്കാൻ, അവരുടെ ആവശ്യങ്ങൾ ഒരു തവണ കേൾക്കാനെങ്കിലുമുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ തെറ്റുകാരെ മാറ്റി നിർത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അത് ചെയ്യുക തന്നെ വേണം.